മുത്തങ്ങയിലെ അബ്ദുൽ സലാം വധശ്രമ കേസിൽ എം ഗീതാനന്ദന്റെയും കൂട്ടുപ്രതികളുടെയും ശിക്ഷാവിധി മരവിപ്പിച്ച ഹൈക്കോടതി. എം ഗീതാനന്ദന് ജാമ്യവും അനുവദിച്ചു. വിചാരണ കോടതി വിധിയിൽ പിഴവെന്ന നിരീക്ഷണവും കോടതി നടത്തിയ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അബ്ദുൽ സലാം വധശ്രമ കേസിൽ എം ഗീതാനന്ദന്റെയും കൂട്ടുപ്രതികളുടെയും ഒക്കെ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിധി മരവിപ്പിച്ചിരിക്കുന്നത്? അശ്വതി, മുത്തങ്ങയിലെ സമരത്തിനിടെ അബ്ദുൽ സലാം എന്ന പോലീസുകാരനെ വധിക്കാൻ ശ്രമിച്ചെന്നുള്ള കേസിലാണ് എൻ ഗീതാനന്ദന്റെ ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളത്. മറ്റ് 3 പ്രതികളുടെയും ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം അവർക്കും അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ജാമ്യ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് 46,000 രൂപ വീതം പിഴത്തുക കെട്ടിവെക്കണം, ഒരാഴ്ചയ്ക്കുള്ളിൽ 2 ആൾ ജാമ്യം നൽകണം എന്നിങ്ങനെയുള്ള കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവെന്നുള്ള ഒരു നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പ്രതികൾ നൽകിയ അപ്പീലിൽ വാദം നടന്ന വേളയിലും സമാനമായിട്ടുള്ള നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിരുന്നു. ഈ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെ ഉണ്ട്. അതിന്റെ ഒരു ഇടക്കാല ആവശ്യമാണ് ഈ ജാമ്യം നൽകണം, അതായത് ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകണമെന്നുള്ളത്. അതിപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുകയാണ്. നേരത്തെ വധശ്രമ കേസിൽ വയനാട്ടെ കോടതി 5 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചിരുന്നു. ആ ഉത്തരവ്, കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും അപ്പീലിലെ വാദം. എന്തായാലും ഇപ്പോൾ നിലവിൽ എൻ ഗീതാനന്ദനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് 3 പ്രതികളെ സംബന്ധിച്ചാണെങ്കിലും ആശ്വാസം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ശിക്ഷാവിധി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇനി അപ്പീലിന്മേൽ വിശദമായിട്ട് വാദം നടക്കും ഹൈക്കോടതിയിൽ. അശ്വതി. ശരി.